കച്ചോരി റെഡിയായി. നല്ല ചൂടുണ്ട്, കഴിച്ചോക്കെ. രണ്ടാം കൂടെ ഷെയർ ചെയ്യാം. നല്ല ചൂടാ. ഇതിന്റെ മുകളിൽ കയറിയിരിക്കാൻ പാടില്ല എന്ന് പറയും, പക്ഷെ ഒരു ഇതിനു വേണ്ടി കയറി ഇരുന്നതാ. കച്ചോരി പറയുമ്പോൾ എനിക്ക് എന്തോ ഓർമ്മ വരാന്നറിയോ? നമുക്ക് അറിയില്ല. ഓക്കെ, കച്ചോരി എന്ന് പറയുമ്പം എനിക്ക് ഓർമ്മ വരുന്നത്, പണ്ട് ഞങ്ങള് ജമ്മുവില്, ഞാൻ ആദ്യമായിട്ട് ജമ്മുവിൽ പോയപ്പോൾ അവിടെ ഒരു അമ്പലമുണ്ട്, വൈഷ്ണോദേവി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇന്ത്യയിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളിൽ ഒന്നാണ് വൈഷ്ണോദേവി. അതെങ്ങനെയാന്ന് വെച്ചാൽ 14 കിലോമീറ്റർ നമ്മൾ കയറണം, അപ്പോഴാണ് അമ്പലം എത്തുള്ളൂ, വൈഷ്ണോദേവി. നീ വന്നിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ പോകണം ബീർബാബ എന്ന് പറഞ്ഞ അമ്പലത്തിലേക്ക്. അങ്ങനെ ഞാൻ ആദ്യം ജമ്മുവിൽ പോയ സമയത്ത് അവിടെ പറയട്ടെ, അമ്പലത്തിൽ പോയി. ഇത് ശ്രദ്ധിക്കൂട്ടി. അമ്പലത്തിൽ പോയ സമയത്ത് അങ്ങോട്ട് കയറി. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ കുതിരയിൽ വന്നു. കുതിരയിൽ വരുന്ന സമയത്ത് കുതിരയ്ക്ക് മാത്രമായിട്ട് വേറൊരു സ്ഥലമുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര നാരോ റോഡാട്ടോ. എങ്ങനെയാണ് ആ റോഡ്? താഴേക്ക് ഇങ്ങനെ കൊക്ക പോലെയുള്ള സ്ഥലം. അപ്പം നമ്മളിങ്ങനെ ഇറക്കല്ലേ, കൊക്ക എന്ന് പറഞ്ഞാൽ ലൈക്ക് എന്താ പറയാ, കുറച്ച് ഇങ്ങനെ ആഴത്തിലുള്ള സ്ഥലം ഉണ്ടാവില്ലേ? ഐ എം നോട്ട് ഗെറ്റിംഗ് വാട്ട്. ഓക്കെ, സോ ആഴത്തിലുള്ള സ്ഥലം whatever. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനാണ് റോഡ്. അപ്പൊ കുതിരയിൽ വരുന്ന സമയത്ത് കുതിരയിൽ വരുന്നത് അതന്നെ പേടിച്ചിട്ട് വയ്യ. അതും ഇറങ്ങാൻ പറ്റില്ല. ആ റോഡ് കുതിരകൾ മാത്രം പോകുന്ന റോഡാ, ബാക്കി ആൾക്കാർക്ക് നടക്കാൻ വേറെ റോഡാ. അപ്പൊ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുതിര ചാണകം ഉണ്ടാവും, പിന്നെ കുതിരനോട് 2 കാലുകൊണ്ട് ചവിട്ടൊക്കെ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇറങ്ങിയില്ല. അടി വരെ കുതിരയിൽ തന്നെ വന്നു, താഴെ വരെ. അപ്പം അന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് അപ്പൊ എനിക്ക് കാലിന് ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ കുതിര എടുത്തത്. പക്ഷെ ഞാൻ അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ആ സ്റ്റെപ്പിന്റെ മുകളിൽ കൂടെ ഞാൻ കണ്ടു 2 കാലും 2 കയ്യും ഇല്ലാത്ത ഒരാൾ ഇങ്ങനെ നിരങ്ങി പോകുന്ന ഞാൻ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, നെക്സ്റ്റ് ടൈം ഞാൻ വരുന്ന സമയത്ത് ദൈവമേ ഞാൻ കേറിക്കോളാം, അതേപോലെ ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു. എനിക്ക് അതിനുള്ള ശക്തി തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കുതിരേനെ മേലെ വന്നെങ്കിൽ ഞാൻ താഴെ എത്തി കേട്ടോ, പ്രാർത്ഥിച്ചിട്ടൊക്കെ. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം പോണ സമയത്ത് ഞാൻ ആകെ കഴിച്ചത് ഈ കച്ചോരിയാ. ഓക്കെ, പിന്നെ അപ്പൊ എനിക്കൊരു ടെൻഷനായി ഈ കച്ചോരി, കാരണം അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കച്ചോരി മാത്രം കഴിച്ചിട്ടാ പോണം. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് അതിനുള്ള ഒരു പവർ ഉണ്ടാവോ കേറിയിട്ട് ഇറങ്ങിയൊക്കെ വരാന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ വൈഷ്ണോദേവി എത്തി. അങ്ങോട്ട് കയറാൻ അത്ര ബുദ്ധിമുട്ടില്ല, ഹൈക്കിങ് എനിക്ക് പ്രശ്നമില്ല. ഇറങ്ങുമ്പോഴാണ് എനിക്ക് കാലിന്റെ പെയിന് വരിക. അല്ല, എനിക്ക് ഇറങ്ങാനാ ബുദ്ധിമുട്ട്, കയറാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഞങ്ങൾ കയറിയ സമയത്ത് ഇറങ്ങി വരുന്ന സമയത്ത് എനിക്ക് കാലിന് തീരെ വയ്യാണ്ടായി. എനിക്ക് ഒട്ടും പറ്റണില്ല. കാരണം വൈഷ്ണോദേവി പോയി അവിടുന്ന് ബീർബാബ പിന്നെ 3 കിലോമീറ്റർ കയറണം. അവിടെയും പോയിട്ടാണ് പിന്നെ ഇറങ്ങി വരുന്നത്. ബീർബാബയിൽ 3 കിലോമീറ്റർ ഇറങ്ങി, പിന്നെ അങ്ങോട്ട് 14 കിലോമീറ്റർ പിന്നെ ഇറങ്ങണം. എനിക്ക് പറ്റണില്ല, എനിക്ക് കരച്ചിലൊക്കെ വന്നു. ഞാൻ പറഞ്ഞു, എന്റെ ദൈവമേ, ഞാൻ അറിയാണ്ടാണ് കച്ചോരി തിന്ന് വന്നു പോയത്. കുറച്ചും കൂടെ നല്ല സാധനമൊക്കെ കഴിച്ചു വരായിരുന്നു. പക്ഷെ എന്നെ ഒന്ന് രക്ഷിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പം എനിക്ക് കയറാനും ഇറങ്ങാനും പറ്റിയില്ല. ഈ പ്രാവശ്യം ഞാൻ അത് പ്രാർത്ഥിച്ചിട്ടല്ലേ വന്നത്. എന്നിട്ട് ഇന്നെ എങ്ങനെ കഷ്ടപ്പെടുത്താൻ പാടുണ്ടോ ദൈവമേ, ഇന്നെ എങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു കേട്ടോ. നമ്മൾ പറയില്ലേ, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഈശ്വരനെ പല ആൾക്കാരുടെ രൂപത്തിലായിരിക്കും കാണാം. അപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പയ്യൻ, അവൻ ഇങ്ങനെ ഒരു വടി, ആ വടി താഴേന്ന് മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് താഴേന്ന് വരുമ്പം അത് വാങ്ങിയിട്ട് വരാം. അവനാകെ കുറച്ച് ഒരു 15-16 വയസ്സുള്ള ചെറിയ പയ്യനാ. അപ്പൊ അവന്റെ കയ്യിൽ ആ വടി ഉണ്ടായിരുന്നു. അപ്പൊ അവൻ എന്നോട് വെച്ചത് അപ്പൊ ചെയ്യെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, വേണം എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ഓക്കെ ഞാൻ താഴെ വെയിറ്റ് ചെയ്യും, താഴെ എനിക്കിത് തിരിച്ചു തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തരാന്ന്. അങ്ങനെ ആ വടി പിടിച്ചിട്ട് ഞാൻ താഴെ വരെ ഇങ്ങനെ കുത്തി നടന്നിട്ട് വന്ന്. പക്ഷെ എന്നിട്ട് ഞാൻ അരമണിക്കൂർ അവനെ വെയിറ്റ് ചെയ്തു. അപ്പൊ എന്നോട് നിന്റെ പപ്പ വന്നു വെച്ചാൽ ആരെയെ വെയിറ്റ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ എനിക്കൊരു പയ്യനാ വടി തന്നു, അവനെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ വൈഷ്ണോദേവിയിൽ പോകുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നടന്നാലും ഒക്കെ സെപ്പറേറ്റ് ആയി പോകും. കാരണം എല്ലാവരും വാക്കിംഗ് സ്റ്റൈലും വേറെ ആണല്ലോ. അപ്പം ഇവർ ഓൾറെഡി എന്നെ വെയിറ്റ് ചെയ്യാം, ഞാൻ പിന്നെ അരമണിക്കൂർ ആ പയ്യന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ അപ്പ എന്നോട് ചോദിച്ചു, ആരെയാ വെയിറ്റ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഒരു പയ്യൻ അങ്ങനെ വെയിറ്റ് ചെയ്യാം, അവൻ എനിക്ക് വടി തന്നാ അവൻ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട്, ഏത് പയ്യനെന്ന് വെച്ചിട്ടാ നീ വെയിറ്റ് ചെയ്യുന്നത്? താഴെ എത്തിക്കഴിഞ്ഞാൽ വടീന്റെ ആവശ്യമില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കി ആരായിരുന്നു അപ്പൊ, എനിക്കറിയില്ല. അപ്പൊ ആ താഴെ ഇറങ്ങുന്നവരെ ഒരു ശക്തി നമ്മൾ പറയില്ല, അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു ദൈവമായിട്ട് ഒരാളെ അയച്ചതാ. നമുക്ക് ചില സമയങ്ങളിലൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ ഈ കച്ചോരി കാണുമ്പോൾ എനിക്ക് അതാ ഓർമ്മ വരിക, അത്രയും ഞാൻ കഷ്ടപ്പെട്ടത്. പക്ഷെ അതൊരു ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ്, നിങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണം. അജ്വൈൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതിനെന്താ പറയാ, നമ്മുടെ നാട്ടിൽ അജ്വൈൻ എന്തോ പറയല്ലോ ഈശ്വര, എനിക്ക് മറന്നുപോയി. അജ്വൈന് ഞാൻ പറയാം കേട്ടോ, ഏറ്റവും അവസാനം പറഞ്ഞതാ. എനിക്ക് അയമോദകം യാ. ഇതിന്റെ നടുക്ക് ഒരു 50 ഗ്രാമോളം ഓയിൽ ഇടാം. ബസ്. അപ്പൊ നമ്മളിതിൽ അജ്വൈൻ ഇട്ടിട്ടുണ്ട്,
ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിന്റെ പകുതി വെള്ളം ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ലൂസ് ആയിരിക്കണം. നമ്മളത് ഇതാ ഇങ്ങനെ കുഴച്ചിട്ടുണ്ട് കേട്ടോ. ഇത്ര ലൂസാണ് ഇത്, കണ്ടോ? ഇങ്ങനെ പിടിക്കുമ്പോൾ അതാ ഇത്രയും ലൂസായിട്ടാണ് കുഴക്കേണ്ടത്. എണ്ണ ചൂടായിട്ട് അതിലേക്ക് 2 സ്പൂണ് കടലപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ വറക്കണം. അത് ആ കടലപ്പൊടി മൂക്കുന്ന വരെ ഇങ്ങനെ വറക്കണം കേട്ടോ. മൂക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, പേസ്റ്റ് ആവുന്നത് വരെ വറക്കണേ. പിന്നെ ഇത് മൂങ് ദാലാണ് കേട്ടോ. മൂങ് ദാൽ എന്ന് പറഞ്ഞാൽ ചെറുപയറിനുള്ളിലുള്ള പരിപ്പാണെന്ന് തോന്നുന്നു, പക്ഷെ മൂങ് ദാൽ എന്ന് പറഞ്ഞാൽ കിട്ടും. അത് ഞാൻ മുമ്പേ ഇട്ട് വെച്ചു വെള്ളത്തിൽ, ഒരു 10 മിനിറ്റ് മുമ്പേ ഇട്ട് വെച്ചു കേട്ടോ. നല്ല ചൂട് വെള്ളത്തിലാണ് ഇട്ട് വെച്ചേക്കുന്നത്. 10 മിനിറ്റ് നമ്മൾ അതിങ്ങനെ ഇട്ട് വെച്ചാൽ മതി. എന്നിട്ട് ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ആ ദാലെടുത്തിട്ട് നമ്മൾ ആ കടല വറുത്തതുണ്ടല്ലോ അതിലേക്ക് വെള്ളം നന്നായിട്ട് ഊറ്റിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ കൂടെ നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ട് വറക്കുക. പിന്നെ നമ്മൾ ഇതിലിടുന്ന മസാല മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, ഇത്രയും മാത്രം മതി കേട്ടോ. എന്നിട്ട് അത് ഇട്ടിട്ട് പിന്നെ നന്നായിട്ടൊന്ന് വറക്കുക. കുറച്ച് ഡ്രൈ ആയിപ്പോയി, കുറച്ച് വെള്ളം ഇട്ടിട്ട് ഒന്നും കൂടെ കുഴച്ചിട്ടുണ്ട് കേട്ടോ. സോ ദാറ്റ് ഒന്ന് ലൂസ് ആവാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് കുഴച്ച മോള്. നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഈ കച്ചോരീൻ്റെ ഒന്നിങ്ങോട്ട് കാണിച്ചേ, ഇങ്ങോട്ട് വരും. ഇത് കണ്ടോ, ഞാനിതിങ്ങനെ ഉണ്ടയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതിങ്ങനെ ഉണ്ടയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ഉണ്ട എടുത്തിട്ട് ഇതിങ്ങനെ കുഴച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് ആക്കിയിട്ട് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതിനെ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒട്ടിക്കുക. ഓക്കെ, സോ അപ്പോൾ അതതിൻ്റെ ഉള്ളിലേക്ക് പോയി കേട്ടോ. എന്നിട്ട് ഇതൊന്നും ഇങ്ങനെ ആക്കിയിട്ട് ഗോള് പോലെ ആക്കിയിട്ട് നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കുക. വെച്ചിനോ ഇതാക്കട്ടെ, ഇങ്ങനെ വെച്ചിട്ട് അത് അതിൻ്റെ ഉള്ളിലേക്കല്ല ഇങ്ങനെ പുഷ് ചെയ്യാം. ഉള്ളിലേക്ക് പുഷ് ചെയ്യാം. അത് ഫസ്റ്റ് ഉണ്ടാക്കുന്നവരിങ്ങനെ പുഷ് ചെയ്യാം. ഞാൻ പുഷ് ചെയ്തിട്ട് ഉരുട്ടിയിട്ട് മതി, വെച്ചോ. നമ്മളിതൊരു 5 മിനിറ്റ് വെച്ചു കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ എടുത്തിട്ടത് പതുക്കെ, ഉള്ളൊന്ന് മസാല വരാൻ പാടില്ല കേട്ടോ. പതുക്കെ എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ മസാല പുറത്തേക്ക് വരരുത്, അല്ലാതെ നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കുക കേട്ടോ. എണ്ണ നല്ലോണം ചൂടായി കേട്ടോ, നല്ല ചൂടായിട്ട് ഞാനൊരു കഷ്ണം ഇട്ട് നോക്കി. ഇതേ നോക്ക്, അപ്പോൾ അത് കണ്ടില്ലേ, ഇതിങ്ങനെ ചൂടായി എന്ന് കാണുമ്പോൾ ഞാൻ അത് ഓയിൽ ഓഫ് ചെയ്തിട്ട് പതുക്കെ വേണം ഇതിട്ട് കൊടുക്കാൻ കേട്ടോ. കച്ചോരി 2 എണ്ണം ഇട്ട് കൊടുക്കാം. ഒരു ടൈമിൽ 2 എണ്ണം മതി കേട്ടോ. പുതിന തിളച്ച എണ്ണയിൽ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. ഇനി അതിങ്ങനെ ആയി മേലേക്ക് വരും. അപ്പോൾ നമുക്ക് ഓൺ ആക്കാം കേട്ടോ. അതുവരെ ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയേക്കാണ്. ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്, ഫുൾ. സോ നമ്മുടെ കച്ചോരി ബൻ ഗയാ. ഇറ്റ്സ് റെഡി, ഓൾമോസ്റ്റ് റെഡി. അത് നീ ഉണ്ടാക്കി, നിന്നെക്കൊണ്ട് ഞാൻ ഉണ്ടാക്കിപ്പിച്ചു. നീ വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കി. കുറെ ക്യാമറയിൽ പെട്ടിട്ടില്ല ഞാൻ സൈഡിൽ ചെയ്തു തന്ന പണികളൊന്നും. ഓക്കെ, സീക്രട്ട് ആയിട്ട് നിന്നോട്ടെ.